ഹായ് ഫ്രണ്ട്സ്, DIY എവരിത്തിങ് ഹോം മെയ്ഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഞങ്ങൾക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ പറ്റിയത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. സോ താങ്ക് യു സോ മച്ച്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വാൾ ഹാങ്ങിങ് ആണ്. ഓൾറെഡി ഞങ്ങൾ കുറേ വാൾ ഹാങ്ങിങ്സിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ സജഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, കാണാത്തവർ പോയി കാണണം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 9 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു സ്ക്വയർ ഷീറ്റാണ്. സോ ഞാൻ ആദ്യം ഇതിനെ ഫോൾഡ് ചെയ്യാണ്. നമുക്ക് ആദ്യം കുറച്ച് ഫോൾഡിങ്സാണ് വരുത്താനുള്ളത്. സോ ഇതുപോലെ ഫോൾഡ് ചെയ്യാണ്. നല്ലോണം ഫോൾഡ് ചെയ്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി കിട്ടത്തുള്ളൂ. സോ ഇതുപോലെ ഫോൾഡ് ചെയ്തു. ഇനി ഇതിനെ തിരിച്ചു വെച്ചതിന് ശേഷം ഇതിനെ നടുക്കിലേക്ക് ഫോൾഡ് ചെയ്യുക. ഇനി ഓപ്പൺ ആയിട്ടുള്ള ഏരിയ എടുത്തതിന് ശേഷം ഈ നടുക്കത്തെ ഫോൾഡിങ്ങിൻ്റെ അവിടേക്ക് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ഫോൾഡ് ചെയ്യുക. സൈഡ് മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തേക്കും അത് ഫോൾഡ് ചെയ്യുക. ഈ സെയിം രീതിയിൽ മറ്റേ സൈഡിൽ നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുള്ള ഈ ഏരിയയിൽ ഇതുപോലെ ഫോൾഡിങ്സ് വരും. അതിനെ തിരിച്ചു പിടിച്ച് കഴിയുമ്പോൾ ഈ എൻഡിൽ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. ഇതിനെ ജോയിൻ ചെയ്ത് പിടിച്ചിട്ട് അകത്തേക്ക് ഫോൾഡ് ചെയ്ത ഒരു ഷീറ്റ് ഒരു സൈഡ് മാത്രം പുറത്തേക്ക് പിടിച്ചതിന് ശേഷം ഇതുപോലെ ആക്കാം. അതിനുശേഷം അതിനെ അകത്തേക്ക് മടക്കി കഴിഞ്ഞാൽ ഗമ്മൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്കിതിനെ ഒരു പ്രോപ്പർ ഷേപ്പിൽ കിട്ടും. കണ്ടോ, ഇതിനെ ഓപ്പണായി വരത്തില്ല, അത് കറക്റ്റായിട്ട് അതേപോലെ ഇരിക്കും. ഒരു തവണ കൂടി ഞാൻ കാണിച്ചു തരാം. മറ്റേ സൈഡിലും ഈ സെയിം രീതിയിലാണ് ചെയ്യേണ്ടത്. അത് മടക്കി കഴിഞ്ഞ ശേഷം നടുക്കിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. സോ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സാധനം. ഇതുപോലെ 9 പീസസാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഞാനിവിടെ മൾട്ടി കളേർഡാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 9 കളറ് ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 കളേഴ്സിന് ഡിഫറെൻറ്റ് നമ്പേഴ്സിലെടുത്തേക്കാണ്. സോ ഞാനിവിടെ 15 സെൻറ്റിമീറ്റർ സൈഡ്സ് ഉള്ള ഒരു റെഗുലർ ഡയമണ്ട് ഷേപ്ഡ് കാർഡ്ബോർഡ് ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ നായിട്ട് ഒട്ടിച്ച് ചേർക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് ചേർക്കാം. നമുക്ക് ഫെവിക്വിക്കോ അല്ലെങ്കിൽ നോർമൽ ഫെവിക്കോളോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സെയിം രീതിയിൽ ഗ്യാപ്പ് വരാത്ത രീതിയിൽ എല്ലാം നമുക്ക് ആഡ് ചെയ്ത് ചേർക്കാം. എല്ലാം ഒട്ടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കാർഡ്ബോർഡ് കുറച്ച് പുറത്തേക്ക് നിൽക്കും. അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ വാൾ ഹാങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വാളിൽ സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. ഡബിൾ സൈഡ് ടേപ്പോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ ഞെക്കണം. സോ താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും ബൈ ബൈ.